കേരളത്തിലെ ദേശീയപാത വികസനത്തിന്റെ ആദ്യഘട്ട റീച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. കേരളം നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുകയും 5500 കോടി രൂപ വിഹിതമായി നൽകുകയും ചെയ്ത പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്നാണ് മന്ത്രിയെ ഒഴിവാക്കിയത്. അവസാന നിമിഷമാണ് മന്ത്രിയുടെ പേര് സംഘാടകർ വെട്ടിയത്. പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ശിലാഫലകത്തിൽ മഹനീയ സാന്നിധ്യം എന്ന് രേഖപ്പെടുത്തിയതിന് താഴെ മുഹമ്മദ് റിയാസിന്റെ പേരും ഉണ്ടായിരുന്നു. കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പരിപാടി ബഹിഷ്കരിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ എം ബി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങ് ബഹിഷ്കരിച്ചു. കൂടാതെ ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനവും മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്ന് വെങ്ങളത്തേക്ക് റോഡ് ഷോ നടത്തിയാണ് മന്ത്രി സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചത്. മന്ത്രിയെ ഒഴിവാക്കിയ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. എന്നാൽ മന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ കേന്ദ്രം മറന്നോ? മന്ത്രിയെ ഒഴിവാക്കി പദ്ധതിയുടെ ക്രെഡിറ്റ് ഒറ്റക്കെടുക്കാനായിരുന്നോ കേന്ദ്ര സർക്കാരിന്റെ നീക്കം? മന്ത്രി PA മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന ചോദ്യങ്ങൾക്ക് വളരെ അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനെ ക്ഷണിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഹമ്മദ് റിയാസിന് പരാതിയുണ്ടെങ്കിൽ അമ്മായി അപ്പനോട് പറയട്ടെ എന്നായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ പ്രതികരണം. നമുക്ക് കാണാം. ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല? റിയാസ് അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ടേ. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം പരിപാടി വന്നിട്ടുണ്ടാവും. ആ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കണം. ഇനി റിയാസും കൂടെ ഉണ്ടെങ്കിലേ പങ്കെടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കേരളത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാമനാട്ടുകരയിൽ നിന്ന് വെങ്ങളത്തേക്ക് നടത്തിയ റോഡ് ഷോ സ്വാഭാവിക പ്രതിഷേധം മാത്രമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനം മുഖ്യ പങ്ക് വഹിച്ചു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ മുഹമ്മദ് റിയാസിനെയോ അപമാനിക്കലല്ല, ഇത് ഈ കേരളത്തെ അപമാനിക്കലാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അതേ അർത്ഥത്തിൽ മറുപടി പറയുന്ന രീതി ഞങ്ങൾക്കില്ല. ഞാൻ അതിനൊന്നും വൈകാരികമായി മറുപടി പറഞ്ഞിട്ടില്ല, അങ്ങനെ എടുത്തിട്ടുമില്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ കേരളത്തിലെ ജനങ്ങളെ ആകെ അപമാനിക്കുകയാണ്. ഇതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ, LDF സർക്കാരും LDFന്റെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും നടത്തിയ ഇടപെടൽ കാണാതെ പോകുമെന്നാണ് ഇവർ കരുതുന്നത്. ഇവർ ഏത് ലോകത്താണ്? ദേശീയപാത ഉദ്ഘാടനത്തിൽ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിനെതിരെ CPIM നേതാക്കളും മന്ത്രിമാരും രംഗത്തെത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയത് വിചിത്രമായ നടപടിയാണെന്നും BJPയുടെ രാഷ്ട്രീയമായ പകപോക്കലാണ് ഇതിലൂടെ മനസ്സിലാകുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ കേരള ഗവൺമെൻറ്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒപ്പിട്ട പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിന് നൽകിയ സംഭാവനകൾ എന്താണെന്ന് വ്യക്തമാക്കണം. വട്ടപൂജ്യമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നാണക്കേട് സ്വയം ബോധ്യപ്പെടേണ്ട അദ്ദേഹമാണ്. ദേശീയപാത ആരുടേതാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതാണ്. ആരാ നിർമ്മിക്കേണ്ടത്? ഇന്ത്യ ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞാൽ ആ വിവേചനം എല്ലാ കാര്യത്തിലും തുടരുകയാണ്. ആ വിവേചനം ദേശീയപാത നിർമ്മിക്കുന്നതിൽ മുതൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വരെ കാണിക്കുകയാണ്. ദേശീയപാത ഉദ്ഘാടന വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കളും ഉയർത്തിയത്. പിന്നെ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിക്കേണ്ടതാണ്. അത് വിളിക്കാതിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ പരിപാടിയൊന്നുമല്ല, അത് ഔദ്യോഗിക പരിപാടിയാണ്. നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവെയ്യുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന ആ പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. റിയാസിനെ വിളിക്കേണ്ടതായിരുന്നു. സംസ്ഥാനത്തെ PWD മന്ത്രിയാണ്, സാമാന്യ മര്യാദയെ വിളിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം കാണിക്കുന്ന നാടകം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. ഒരു കാരണവശാലും ഭരിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടാണെങ്കിൽ പോലും
ഈ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തുന്ന നയം ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടെ പരിശോധിക്കാം. NH-66-ൻ്റെ അതായത് 66-ൻ്റെ അതായത് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ നാൾ വഴി നമുക്ക് പരിശോധിക്കാം. 2014 UDF സർക്കാരിൻ്റെ കാലത്താണ് ദേശീയപാത അതോറിറ്റി പ്രവൃത്തി ഉപേക്ഷിച്ചു പോയത്. നടക്കില്ല എന്ന് കണ്ട് ഉപേക്ഷിച്ചു പോയി 2014. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പദ്ധതി ഉപേക്ഷിക്കാൻ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. 2016 അധികാരത്തിലെത്തിയ LDF സർക്കാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്തു. അത് വീണ്ടും നമുക്കത് പൂർത്തിയാക്കണമെന്ന തീരുമാനമെടുത്തു. ഭൂമി ഏറ്റെടുക്കുന്നതിന് ചിലവിൻ്റെ 25% തുക സംസ്ഥാനം വഹിക്കാമെന്ന് ഈ സർക്കാർ കേന്ദ്രത്തോട് ഉറപ്പ് നൽകി. ഏകദേശം 5581 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ കൈമാറി. കിഫ്ബി ഫണ്ട് കേരളത്തിൻ്റെ കടപരിധിയിൽപ്പെടുത്തുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ആ നിലക്കുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിന് അനുവദനീയമായ വായ്പാ തുകയിൽ നിന്നും ഈ തുക വെട്ടിക്കുറുക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ടും കേരള സർക്കാർ അങ്ങനെ തന്നെ നിന്നു. ഫലത്തിൽ സർക്കാരിന് മുകളിലുള്ള ഭാരം ഏകദേശം 12,000 കോടി രൂപയ്ക്കടുത്തായി ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ കൊണ്ട് ഇത്രയുമാണ് ഹർഷ കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ വന്നു. കെ സുരേന്ദ്രൻ ഇത് നടപ്പാക്കിയാൽ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് പിണറായി വിജയൻ എന്ന് കെ സുരേന്ദ്രൻ പോലും പറയുന്ന സാഹചര്യം 2016 ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഹൈവേ ഉണ്ടായി വന്നു. പക്ഷേ പ്രതിപക്ഷത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം അതിരൂക്ഷമായിട്ട് സകലമാന സംഗതികളിലും സംസ്ഥാന സർക്കാരിനെ, ഭരണപക്ഷത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവർ പോലും ഇന്ന് ഒരു സംശയത്തിന് ഇട നൽകാത്ത വിധം ഇത് വളരെ മോശമാണ്, അവരെ ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന കാര്യം പറഞ്ഞു. എനിക്ക് സംശയം ഹർഷ, എന്തുകൊണ്ടായിരിക്കണം BJP ഇങ്ങനെ ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും കേരളത്തിൽ എന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാകുക? ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന് BJP കരുതുന്നുണ്ടെങ്കിൽ അത് പരമ അബദ്ധമാണ്. കാരണം മലയാളി അങ്ങനെ മറന്നു പോകുന്ന ആളുകളാണോ? ഇതെന്താണ് കേരളത്തിൽ ഹൈവേയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു മിനിമം ധാരണയുണ്ടല്ലോ. കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് സനീഷേ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റോഡുള്ള സംസ്ഥാനമാണ് കേരളം. ഗ്രാമീണ റോഡുകളൊക്കെയുള്ള ചെറു റോഡുകളുള്ള ഒരു സംസ്ഥാനമാണ്. റോഡ് കണക്ടിവിറ്റി ഏറ്റവും കൂടുതലുണ്ട്. പക്ഷേ ഹൈവേയുടെ കാര്യത്തിൽ നമ്മുടെ വികസനം എല്ലാ കാലത്തും പിന്നോട്ടായിരുന്നു. എന്താ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത് ഭൂമി ഏറ്റെടുക്കൽ എന്നതായിരുന്നു അതിൻ്റെ കടമ്പ. നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഈ ഓഫീസിട്ട് പല കാലങ്ങൾ ഇത് സംബന്ധിച്ച് പലതരം ചർച്ചകളിലേക്ക് പോയി. ഏറ്റവും ഒടുവിൽ അത് 45 മീറ്ററിലേക്ക് ചുരുക്കി. ആ 45 മീറ്ററിലെങ്കിലും പണിയണം എന്നുള്ളതിലേക്ക് എത്തി. ഹൈവേ അതോറിറ്റി തന്നെ അത് ആ നിലയ്ക്കുള്ള സമീപനം സ്വീകരിക്കുകയും കേന്ദ്ര സർക്കാരും 45 മീറ്ററെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹൈവേ പണിയാമെന്ന് വന്നു. 2014 ഈ 45 മീറ്റർ പോലും ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി. എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് എന്താ ആവശ്യപ്പെടുന്നത്? 30 മീറ്ററായി ചുരുക്കണം. ദേശീയപാതയുടെ വീതി 30 മീറ്ററാക്കി ചുരുക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ ആവശ്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഹൈവേയുടെ ചില നിർമ്മാണ ഘട്ടത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായല്ലോ 3-4 ആ സമയത്ത് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് 45 മീറ്ററിൽ ഒതുക്കിയതാണ് ഇതിന് പ്രധാന കുഴപ്പത്തിന് കാരണം എന്നുള്ളതാണ്. 30 മീറ്റർ ആക്കണം എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ആവശ്യം. എന്നിട്ട് 45 മീറ്റർ തന്നെ പണി നടത്തിയാൽ ഹൈവേ പണിയാം എന്നുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ പിണറായി വിജയൻ ഇവിടെ നിന്ന് പോയി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ പോയി കുത്തിയിരുന്ന് കാവലിരുന്ന് ആവർത്തിച്ച് 4-5 തവണ അവിടെ പോയി ഇത് നടപ്പാക്കാനുള്ള സഹായം ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയുമായി അവിടെ ചെന്നു. 45 മീറ്ററിൽ പണിയെടുക്കാനുള്ള അതിൻ്റെ പേപ്പർ നീക്കാതിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ. ആ ഘട്ടത്തിൽ നിതിൻ ഗഡ്കരി രൂക്ഷമായി പ്രതികരിച്ചു അതിനോട്, അത് അവിടുത്തെ ഉദ്യോഗസ്ഥരോട്, ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ നടത്തരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മുഖ്യമന്ത്രി നടന്നുണ്ടാക്കിയ ഹൈവേ ആണിത്, അതിന് സംശയമില്ല. ഡൽഹിക്ക് പോയി ഉണ്ടാക്കിയ ഹൈവേ ആണ്. ആ കാര്യം നിതിൻ ഗഡ്കരി ഒരു മടിയുമില്ലാതെ എല്ലാ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഈ 45 മീറ്ററിൽ ഹൈവേ പണിയാൻ തുടങ്ങുമ്പോൾ അതിന് തടസ്സവുമായി വരുന്നത് ആരൊക്കെയായിരുന്നു? ഇവിടുത്തെ സ്വാഭാവികമായി പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ആശങ്കയൊക്കെ എല്ലാ കാലത്തും ഉയർന്നിട്ടുള്ളതാണ്. ആ ആശങ്കകളെയൊക്കെ മാധ്യമങ്ങളൊക്കെ ആ ആശങ്കകൾക്കൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ പദ്ധതിയെ നടപ്പാക്കാനാവില്ല എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ച ആളുകൾ ആരൊക്കെയാണ്? എനിക്കിപ്പോഴും വ്യക്തമായി മുഖം ഓർമ്മയുണ്ട്. നമ്മൾ ആ ചർച്ചകളെല്ലാം ആ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളതാണ്. അന്ന് ഇങ്ങനെ തിളങ്ങി വരികയാണ് സുരേഷ് ഗോപി, BJPയുടെ മുഖമായി സുരേഷ് ഗോപിയുണ്ട്, PK കൃഷ്ണദാസുണ്ട്, നമ്മുടെ ഗോപാലകൃഷ്ണനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. ഇവരൊക്കെയാണ് BJPയുടെ നേതാക്കളായി അതിന് നേതൃത്വം കൊടുത്തത്. അപ്പുറത്ത് VM സുധീരനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും അതിന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ BJPയുടെ നേതാക്കൾ, അത് പ്രത്യേകിച്ച് PK കൃഷ്ണദാസൊക്കെ അവിടെ നടന്ന് സമരം ചെയ്യുന്നു. നന്ദിഗ്രാമിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഇടുന്നു. ഇത് അതുപോലുള്ള ഒരു അതിക്രമമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ട ശ്രമം നടത്തുന്നു. PS ശ്രീധരൻപിള്ള കേന്ദ്രത്തിന് കത്തെഴുതുന്നു. ഇത് മുടക്കാൻ. കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. ആ ഘട്ടത്തിൽ
ഒരുപക്ഷെ ഇത് മുടങ്ങിപ്പോകുമോ എന്ന് തന്നെ നമ്മളെല്ലാം സംശയിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ അവിടുന്ന് ഇതിനെ മുമ്പോട്ട് ചവിട്ടിക്കൂട്ടി കൊണ്ടുപോയി. ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട പണം 25% സംസ്ഥാന സർക്കാർ മുടക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുവരെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഉത്തർപ്രദേശ് മുടക്കിയല്ലോ, ബീഹാർ മുടക്കിയല്ലോ എന്നൊക്കെ. അതുവരെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ല എന്ന് മാത്രമല്ല 25% ഇതുവരെ ഒരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ 5580 കോടി ഇതുവരെ ഒരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല. ഈ 12,000 കോടിയുടെ ബാധ്യത ഒരു സംസ്ഥാനത്തിനും ഒരു ഹൈവേ പണിയുടെ പേരിൽ ഇതുവരെ വന്നിട്ടുമില്ല. ഇത് വസ്തുതയാണ്. ഈ കണക്കെടുത്ത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇത് വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഈ ഭൂമിക്ക് ന്യായമായ വില കൊടുത്തു, വലിയ തുക തന്നെ കൊടുത്താണ് ഭൂമി ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ല. വലിയ എതിർപ്പില്ലാതെ തന്നെ ആ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി ഹൈവേയുടെ പണി പുരോഗമിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ പണി പൂർത്തിയാക്കിയത് യൂരാളുങ്കൽ പൂർത്തിയാക്കുന്ന ആ റീച്ചായിരുന്നു, ആദ്യ റീച്ച്. ആ റീച്ച് തന്നെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിലാണ് ഇത്തരത്തിലൊരു മര്യാദയില്ലാത്ത പരിപാടി ഇവർ കാണിച്ചത്. അതിലെനിക്ക് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു PR ബുദ്ധിയോ രാഷ്ട്രീയ ബുദ്ധിയോ ഒക്കെ പ്രവർത്തിച്ചിട്ടാകാം ഇത് ചെയ്തതെങ്കിൽ പോലും എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് അവിടെ തെരുവിലിറങ്ങി അങ്ങനെ ഈ പ്രതിഷേധത്തിലൂടെയൊക്കെ തന്നെ പല സ്ഥലത്ത് ഉദ്ഘാടനങ്ങൾ ഇടതുമുന്നണി തന്നെ നടത്തി, ഇടതുമുന്നണി നേതാക്കളും MLA മാരും ഒക്കെ നടത്തി. അങ്ങനെ അവർക്ക് ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടായി. ഇതിനകത്ത് ഈ കേരളത്തിന് യോജിക്കാത്ത പരാമർശങ്ങൾ പക്ഷേ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നും ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതാണ് ഇതിലെ ഏറ്റവും വഷളായ ഒരു തലം എന്ന് പറയുന്നത്. ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ ശിലാഫലകത്തിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ പേര് മാത്രമല്ല, അതിനകത്തുള്ള പേരുകൾ നോക്ക് സനീഷേ. ഇതിനകത്ത് ഗവർണർ ആർലേക്കറുടെ പേരുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരുണ്ട്, നിതിൻ ഗഡ്കരിയുടെ പേരുണ്ട്, മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്, ജോർജ് കുര്യൻ്റെ പേരുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ MP പേരുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി? രാജ്മോഹൻ ഉണ്ണിത്താനും വിളിയിട്ടിട്ടില്ല. മാത്രമല്ല ഷാഫി പറമ്പിൽ അടക്കമുള്ള MP വിളിക്കേണ്ടതാണ്, അവരെയും വിളിച്ചിട്ടില്ല. ഇതൊക്കെ കടന്നു പോകുന്ന പ്രദേശത്തുള്ള MP മിനിമം വിളിക്കണമല്ലോ, അവരെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അതിലെ ഉദ്യോഗസ്ഥർക്ക് വകതിരിവുണ്ട്. ആ വകതിരിവ് BJP നേതാക്കൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല പ്രതികരണം എന്തായിരുന്നു? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അമ്മായിയപ്പനോട് പോയി ചോദിക്ക്, മരുമകനെയും കുടുംബക്കാരെയും വിളിക്കണമെന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും അദ്ദേഹം പെൻഡിയം പ്രോസസ്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പലയിടത്തും തള്ളാറുണ്ട്. പലരും അതൊക്കെ അങ്ങനെയല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ വലിയ ഉന്നതമായ ഒരു തലത്തിൽ നിൽക്കുന്നയാളെന്ന് സ്വയം അവതരിപ്പിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയും അതിനില്ലാത്ത PR ഏജൻസിയെ മുഴുവൻ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ് മരുമകനെയും കുടുംബക്കാരെയും മുഴുവൻ വിളിക്കേണ്ട കാര്യമുണ്ടോ, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹം ഈ 1994 ഈ BPL മരുമകനായി ജോലി ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ആ സമയത്ത് അദ്ദേഹം പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 2006. അപ്പോൾ ഈ മുഹമ്മദ് റിയാസിനേക്കാൾ രാഷ്ട്രീയത്തിൽ അത്രയും വൈകിയെത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്? സ്വതന്ത്ര MP ആയി കർണാടകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം BJPയുടെയൊക്കെ കുറേ, അതായത് അവശിഷ്ട MP പല MLA വോട്ടെല്ലാം കൂടെ നേടി അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ മിടുക്ക് കൊണ്ട് അദ്ദേഹം MP ആകുകയാണ് ആദ്യഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അത് പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പക്ഷേ അതേ സ്വഭാവത്തിൽ. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ പരിപാടിയാണെന്നുള്ളത് അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വത്സല ശിഷ്യൻ ഇപ്പോൾ കേരളത്തിൽ സുരേഷാണ്, സുരേഷ്. നമുക്ക് പരിചയമുള്ള ആളൊക്കെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞത് അങ്ങേയറ്റം വഷളായ ഭാഷയാണ്, കേരളത്തിന് ചേരാത്ത ഭാഷയാണ്. അതാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇത് വലിയ PR തന്ത്രമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അടിസ്ഥാനപരമായി ഇതിന് പിന്നിലുണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ എഫേർട്ട് എന്താണെന്നുള്ളത് വീണ്ടും കേരളം ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അവർ തന്നെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു. അതിൽ തന്നെയാണ് ഹർഷൻ പറഞ്ഞതിനകത്തല്ലാണ്ട് ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഹർഷ PR ഇതിനകത്തില്ല എന്ന് പറയാൻ പറ്റില്ല. PR BJPയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെയും PA മുഹമ്മദ് റിയാസിൻ്റെയും PR ഇവരേറ്റെടുത്തു എന്ന തോന്നലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വന്നത്. ഇന്നത്തെ ദിവസത്തെ ഈ സംഭവം കൊണ്ടുണ്ടായ കാര്യം എന്താണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലും പറഞ്ഞു, അതായത് പ്രതിപക്ഷം കോൺഗ്രസും മുസ്ലിം ലീഗും സമീപ ദിവസങ്ങളിൽ ഒരു കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ല, ഇല്ലേ?
ഒരു കാര്യത്തിൽ പോലും എടുത്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോടതിക്ക് നവകേരള സർവേ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന DA സന്ദേശം ഇത് പോയിട്ട് കോടതിക്കകത്ത് തിരിച്ചടിയുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങളിൽ പോലും അതിനിശ്ചിതമായുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചത്. എന്ന് വെച്ചാൽ UDF LDF ബലാബലം നിന്ന് പോരാടുന്ന ഒരു തെരഞ്ഞെടുപ്പ്, പരസ്പരം ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത, പരസ്പരം എല്ലാത്തിലും പോരടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന തോന്നലുണ്ടാകുന്നതിന് തൊട്ട് മുന്നിൽ അവർക്ക് പോലും ഒരു സംശയരഹിതം ആയിട്ട് സംശയം പറയാനില്ലാത്ത വിധം പിന്തുണക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കേന്ദ്ര സർക്കാരും BJP എടുത്ത് മുന്നോട്ട് വെച്ചു കൊടുത്തു. ഇവരെ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിലൂടെ തന്നെ ആ സാഹചര്യത്തെ ഉണ്ടാക്കി. ഈ അമ്മായിയപ്പൻ പോലുള്ള വർത്തമാനം പറഞ്ഞിട്ട് ഒരു തരത്തിലും ഭാഷാപരമായിട്ട് അങ്ങേയറ്റം മലയാളികളാകപ്പാടെ മുഖം തിരിച്ച് കളയുന്ന വർത്തമാനം പറഞ്ഞിട്ട് അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തി. ആർക്കാ ഗുണം? സംസ്ഥാന സർക്കാരിനാണ് ഗുണം. ഈ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് വളരെ അടുത്ത കാലത്തെ മെമ്മറിയിലുള്ളതാണ്. കെ സുരേന്ദ്രൻ്റെ പോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ്, അതായത് ഈ പറയുന്ന ഗെയിൽ പൈപ്പ് ലൈനും ഹൈവേയും നടപ്പാക്കിയാൽ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് പിണറായി വിജയൻ എന്ന് ഞാൻ അംഗീകരിക്കാം എന്ന് അന്ന് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല എന്ന് സമീപകാല ഹിസ്റ്ററിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ അങ്ങനെ ഒരു കാര്യം സാധ്യതമായിട്ട് അതിൻ്റെ ഉദ്ഘാടന ദിവസം ഈ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം ഒന്നുകൂടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് കേരള സർക്കാരിനും ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും CPI-ക്കും മുഹമ്മദ് റിയാസിനും. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ ദിവസത്തിൻ്റെ അവസാനം ആരാണ് ഹർഷ ശോഭിച്ച് നിൽക്കുന്നത്? അത് PA മുഹമ്മദ് റിയാസാണ്. എന്തുകൊണ്ടാണ്? PA മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പാണ് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചത്, അല്ലേ? പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലക്ക് നിശ്ചയമായിട്ടും അവിടേക്ക് പോകാനുള്ള, അവിടെ ചെന്ന് നിൽക്കേണ്ടുന്ന ആളാണെന്ന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 5500 കോടി രൂപ അങ്ങോട്ട് കൊടുത്താണ്. ഇത് കേന്ദ്രം സ്വന്തം നിലക്കുണ്ടാക്കിയതല്ല. 5500 കോടി രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു അപാരമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചിട്ട് സ്വന്തം ജനതയിൽ നിന്ന് സമരം വരുമ്പോൾ ആ സമരത്തെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ട് ഇത്രയും വിശാലമായിട്ടുള്ള റോഡുണ്ടാക്കി വെച്ചു. ഹർഷ, ഇവിടെ എൻ്റെ വീട് തലശ്ശേരിയാണല്ലോ, ഞാൻ ജോലി ചെയ്ത് തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ആണല്ലോ, 10-25 വർഷമായിട്ട് നമ്മൾ അങ്ങോട്ടും കൊണ്ട് യാത്ര ചെയ്യുകയാണല്ലോ. ഈ 25 വർഷക്കാലത്തിനിടയ്ക്ക് ഈ യാത്ര എത്രമാത്രം ബുദ്ധിമുട്ട് പിടിച്ചതായിരുന്നു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിപ്പോൾ ഈ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പല റീച്ചുകളിലും ഗതാഗതം അങ്ങോട്ട് വിട്ടപ്പോഴും എന്തൊരു വ്യത്യസ്തമായിട്ട് കേരളത്തിലെ യാത്ര മാറി എന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇത് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ പ്രകടനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എല്ലാവർക്കും സമ്മതിക്കേണ്ടതായിട്ട് വരും. സമ്മതിച്ചു കഴിഞ്ഞു മുൻകൂറായിട്ട് കെ സുരേന്ദ്രൻ എന്ന പോസ്റ്റിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ അത്രക്ക് എളുപ്പത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടൊരു തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നോടിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യത്തെ ഒന്നുകൂടെ ശോഭിതമാക്കി കൊടുത്തു നമ്മുടെ BJP നേതാക്കൾ. എന്നുവെച്ചാൽ PA മുഹമ്മദ് റിയാസിൻ്റെ PR വർക്ക് രാജീവ് ചന്ദ്രശേഖറും സുരേഷും ഏറ്റെടുത്തു എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ആകത്തുക. പിന്നെ അത് അങ്ങേറ്റം മോശമായ പ്രകടനത്തിലൂടെയാണ്, വർത്തമാനത്തിലൂടെയാണ് ഈ നടത്തിയത് എന്ന കാര്യം ഒന്ന് ഹർഷ, അതായത് രാജീവ് ചന്ദ്രശേഖർ വന്ന കേരളത്തിലേക്ക് ഇറങ്ങിയ ആളല്ല അദ്ദേഹം. ഇപ്പോൾ ഡീഗ്ലാമറൈസ് ചെയ്യപ്പെട്ട ഒരു രാജീവ് ചന്ദ്രശേഖരാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു വിശ്വപൗരൻ എന്ന മട്ടിലൊക്കെയുള്ള ഒരു വലിയ ഗരിമയുള്ള ഒരാളാണ് എന്നൊരു തോന്നലായിരുന്നു ഇദ്ദേഹം വരുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വളരെ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ ഈ പറയുന്ന പോലെ വല്ലാത്ത തോതിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ അമ്മായിയപ്പനോട് ചെന്ന് ചോദിക്കുന്നത് സുരേഷ് നമ്മുടെ സുഹൃത്തായുള്ള സുരേഷ് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഈ ശിലാഫലകത്തിലും റിയാസിൻ്റെ പേരുണ്ട്. അമ്മായിയപ്പൻ പറഞ്ഞിട്ടല്ലോ അത് അവിടെ വന്നത്. അത് ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും അദ്ദേഹം തന്നെയും പറയുന്ന പ്രോട്ടോക്കോളും എല്ലാം ചേർന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരവിടെ വരുന്നത്. ഇതിനകത്ത് കേരളത്തിലെ ഇത് വിലപ്പോകുക വർഷം, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടാണ് ഇയാളെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. PA മുഹമ്മദ് റിയാസ് മന്ത്രിയല്ലേ? ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഹർഷൻ ഇപ്പോൾ പറഞ്ഞു. അതങ്ങോട്ട് മാറ്റിവെച്ചാൽ പോലും ഈ പദവിയിലിരിക്കുന്ന ആളല്ലേ അദ്ദേഹം. ആ പദവിയിൽ, അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ നടപ്പാക്കിയൊരു പദ്ധതിയും സംസ്ഥാന സർക്കാരിൻ്റെ ആളെ ഒഴിവാക്കിയിട്ട് കേന്ദ്രത്തിൻ്റെ ആളുകൾ മാത്രം വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തെ അപമാനിക്കുന്നതായിട്ടാണ് മലയാളിക്ക് തോന്നുക. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും BD സതീശനും PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും ഒരൊറ്റ നിലപാടെടുക്കുന്നത്. കാരണം അവിടെ കസേര കിട്ടാത്തത് PA മുഹമ്മദ് റിയാസിനോ പിണറായി വിജയനോ അല്ല, CPM-നോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അല്ല. അവിടെ കസേര കിട്ടാത്തത് മലയാളിക്കാണ്. പുറത്തു നിന്ന് കേന്ദ്ര സർക്കാർ, ഇവിടെ രാഷ്ട്രീയ പ്രാതിനിധ്യമില്ലാത്ത കേന്ദ്ര സർക്കാർ വരുന്നു. നല്ല സന്തോഷം, നമ്മുടെ പ്രധാനമന്ത്രിയാണ്, മഹത്തരമായ സംഗതിയിലേക്കാണ് വരുന്നത്. അവിടെ വന്നിരുന്ന അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. കേന്ദ്രത്തിൻ്റെ വലിയൊരു പദ്ധതിയാണത്, ശരി. പക്ഷേ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ കൂടെ അവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ്, കേരളത്തിൻ്റെ പ്രാതിനിധ്യം കൂടി അവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് അതിന് ഈ പറയുന്ന ഗരിമ വരികയും എല്ലാവരുടേതുമായിട്ട് മാറുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഹർഷ ഒന്നുകൂടി ആലോചിച്ചു, ഞാനിത് പറഞ്ഞു നിർത്താം, ഒന്ന് ആലോചിച്ചു. അതായത് അവിടെ പ്രധാനമന്ത്രിയുടെ മഹനീയ സാന്നിധ്യം, അവിടെ രാജീവ് ചന്ദ്രസേന ഇവർ കൊണ്ട് നിർത്തിയിരിക്കുന്നു. BJPയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉണ്ടായിരിക്കെ അവിടെ മുഖ്യമന്ത്രിയും PA മുഹമ്മദ് റിയാസും ഇരിക്കുന്നതിനേക്കാൾ അവർക്കിപ്പോൾ ഗ്ലോറിയും പ്രശസ്തിയും കിട്ടിയിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നാളെ മുതൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്തതിലൂടെ. ആവർത്തിച്ചെന്തുകൊണ്ടാണ് BJP ഇങ്ങനെ ചെയ്യുന്നത് എന്ന സംശയം എനിക്കുണ്ട്. ഇതിപ്പോൾ UDF ഒക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഒരു പാതി തമാശയായിട്ട് എടുക്കാം, UDF ഒക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇത്തവണയും കൂടെ LDF-നെ ജയിപ്പിക്കുക എന്ന മിഷൻ
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖരൻ ചേർന്ന് ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് ബലമായിട്ട് സംശയിക്കുന്ന ആളാണ് ഞാൻ. പാതി തമാശയായിട്ട് എടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദേശീയപാതാ നിർമ്മാണം എവിടെയും എത്താതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് 10 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ദേശീയപാതാ അതോറിറ്റി അവരുടെ ഓഫീസ് അടച്ചുപൂട്ടി സംസ്ഥാനം വിട്ട സാഹചര്യം. എന്നാൽ അത്തരം പ്രതിസന്ധികളെല്ലാം മറികടക്കും എന്ന പ്രഖ്യാപനവുമായാണ് ഒന്നാം LDF സർക്കാർ അധികാരത്തിലേറുന്നത്. ദേശീയപാതാ വികസനം പൂർത്തിയാക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശ്ചയദാർഢ്യമുള്ള നേതാവായി സമ്മതിക്കാം എന്നായിരുന്നു അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അത്രമേൽ പ്രയാസകരമായ കാര്യമായിരുന്നു കേരളത്തിലെ ദേശീയപാതാ വികസനം. ഭൂമി ഏറ്റെടുപ്പും പരിസ്ഥിതി പ്രശ്നങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരങ്ങളുമെല്ലാം ദേശീയപാതാ വികസനത്തെ പിന്നോട്ടടിപ്പിച്ചു. എന്നാൽ ഇന്ന് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളെ മനഃപൂർവ്വം വിസ്മരിക്കുന്ന മട്ടിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതേക്കാൾ മോശമായി ഇന്ന് തോന്നിയത് മുഹമ്മദ് റിയാസിനെ അധിക്ഷേപിച്ച് സംസാരിച്ച BJP നേതാക്കളുടെ പ്രതികരണങ്ങളുമാണ്. 8ാം ക്ലാസ്സിൽ കോഴിക്കോട്ടെ സെന്റ് ജോസഫ് സ്കൂൾ SFI യൂണിറ്റ് പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ് PM മുഹമ്മദ് റിയാസിൻ്റേത്. അങ്ങനെ ഉയർന്നു വന്ന നേതാവിനെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന ലേബലിൽ മാത്രം ഒതുക്കി ആക്ഷേപിക്കുന്നത് എതിർക്കപ്പെടേണ്ട കാര്യമാണ്. എന്തുതന്നെയായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനേക്കാൾ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് തന്നെയാണ്.